ഇതിപ്പോൾ സിൻഡിക്കേറ്റ് എങ്ങനെ ഒരു തീരുമാനമെടുത്തു? ആ തീരുമാനം പ്രകാരം KS അനിൽകുമാർ എന്നെ ആരും സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ രജിസ്ട്രാർ ആണ് എന്ന വിവരം ഹൈക്കോടതിയെ അറിയിക്കുന്നു. ഹൈക്കോടതി ആ ഹർജി പിൻവലിക്കുവാൻ അനുമതി കൊടുക്കുന്നു. ഇതോടുകൂടി തീർന്നു എന്നാണോ? ഇതോടുകൂടി KS അനിൽകുമാർ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറായി മാറി എന്നാണോ ശ്രീ R ശശികുമാർ? രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ അനിൽകുമാർ കോടതിയിൽ പോയത്. കോടതി എന്ത് പറഞ്ഞു എന്നാലും നമ്മളെല്ലാം നമ്മുടെ TV-യിലും ചാനലിലും പത്രത്തിലും കണ്ടതാ. കോടതി അപ്പോൾ തന്നെ പറഞ്ഞു വൈസ് ചാൻസലർക്ക് അതിനുള്ള അധികാരമുണ്ട്. എക്സിയൻസി ഉള്ള സമയത്ത് എക്സിയൻസി തീരുമാനിക്കുന്നത് വൈസ് ചാൻസലറാണ്. എക്സിയൻസി ഉണ്ടെന്ന് കാണുന്നു അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് സിൻഡിക്കേറ്റിൽ സസ്പെൻഡ് ചെയ്ത സിൻഡിക്കേറ്റ് കൂടുന്നതിന് മുമ്പ് 13 അനുസരിച്ച് സസ്പെൻഡ് ചെയ്ത നടപടി ശരിയാണെന്ന് കോടതി പറഞ്ഞു. നമ്മൾ വ്യക്തമായി കണ്ടതാ. അപ്പൊ അതോടുകൂടി സസ്പെൻഷന്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് കോടതി ചോദിച്ചു, ഒരു ഭാരതാംബയുടെ പടം വച്ചിരിക്കുന്നതിനാണോ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്? കാരണം അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശരിയാണ്, മതസംഘടനയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു നിയമമുണ്ട്. അത് ഹാള് കൊടുത്തു കഴിഞ്ഞാൽ, ഹാളിന് 1 ലക്ഷം രൂപയ്ക്കകത്ത് വാടകയെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഹാളിനകത്ത് എന്ത് നടക്കുന്നു ചോദിക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കും ആർക്കും തന്നെ ഇല്ല. ഹാൾ കൊടുക്കരുതായിരുന്നു. അവിടെ എന്താ വല്ല മതപ്രസംഗങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളോ നടന്നാൽ നമുക്ക് വയലേഷൻ എന്ന് പറയാം. ഒരാളിന്റെ പടം കൊണ്ടുവച്ചു. ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി ഹാൾ എടുത്തിരിക്കാൻ ശിവന്റെ പടം വയ്ക്കും, പാർവതിയുടെ വയ്ക്കും, ഭാരതാംബേരെ വയ്ക്കും. ഇത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല. വൈസ് ചാൻസലർക്കും ഇല്ല, രജിസ്ട്രാർക്കും ഇല്ല. പക്ഷെ പ്രത്യേകിച്ച് എന്താ, ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് മാത്രമല്ല ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി അവിടെ വരുമ്പോൾ അവിടെ ഏറ്റവും ആദരവോടുകൂടി നിൽക്കേണ്ട ആളാണ് രജിസ്ട്രാർ. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് രജിസ്ട്രാർ. അതിനു പകരം അവിടെയുള്ള ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറയുന്ന, വാസ്തവത്തിൽ എനിക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറയാൻ മടിയുണ്ട്. കാര്യം വെച്ചാല് ഇവർ ക്രിമിനൽ കേസുകൾ 10-50 കേസുകൾ പ്രതികളായിട്ടുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള കുറച്ച് ഒരു സിൻഡിക്കേറ്റിലുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല, അവരുടെ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ. അവർ പറഞ്ഞിട്ടായിരിക്കാം വാസ്തവത്തിൽ രജിസ്ട്രാർ കേട്ടത്. രജിസ്ട്രാർ ഒരു ഉദ്യോഗസ്ഥനായ ആളാണ്. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാത്ത നടപടി ഹാള് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള നടപടി എടുക്കുന്നു. ഇതെല്ലാം കോടതി അറിഞ്ഞപ്പോൾ കോടതി കേസെടുത്ത് പുറത്താക്കുമെന്ന് കണ്ടപ്പോൾ അർജന്റായിട്ട് സെന്റർ കൂടേണ്ട ആവശ്യം, സിൻഡിക്കേറ്റ് കൂടേണ്ട ആവശ്യം വന്നു. കാരണം അടുത്ത ദിവസം കൗണ്ടർ കൊടുക്കാൻ വൈസ് ചാൻസലർ ഇമർജൻസി ആയിട്ട് സിൻഡിക്കേറ്റ് കൊടുക്കുന്നു. ആ സിൻഡിക്കേറ്റിൽ അജണ്ട ഫിക്സ് ചെയ്യുന്ന വൈസ് ചാൻസലറാണ്. അവിടെ മീറ്റിംഗ് പെർഫോം ചെയ്ത് അതേ രീതിയിലായിരിക്കും തീരുമാനിക്കുന്ന വൈസ് ചാൻസലറാണ്. സിൻഡിക്കേറ്റിന്റെ ഫുൾ കോറമുണ്ട്. അവിടെ ആദ്യത്തെ ഐറ്റം വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, രജിസ്ട്രാറെ തിരിച്ചെടുക്കണം, ഞങ്ങൾ പ്രമേയം കൊണ്ടുവരുന്നു. അതിനുവേണ്ടി അല്ലല്ലോ യോഗം വിളിച്ചു കൂട്ടിയത്. യോഗം കൂടിയത് കൗണ്ടർ അഫിഡവിറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാ. അപ്പൊ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ യോഗം കൂടിയത് അത് മാത്രമേ ചർച്ച വെക്കാനെന്ന് ആക്ടിംഗ് വൈസ് ചാൻസലർ സിസ തോമസ് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ലാതെ അവിടെ വലിയ ഈ സ്വാഭാവികമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽസ് ആണല്ലോ, അവർ സ്വാഭാവികമായിട്ടുള്ള ബഹളം അവിടെ ഉണ്ടാക്കിയപ്പോൾ വൈസ് ചാൻസലർക്ക് മീറ്റിംഗ് ഡിസോൾവ് ചെയ്ത നിവൃത്തിയില്ല. മീറ്റിംഗ് ഡിസോൾവ് ചെയ്ത് ആലോചിക്കണം. ഡിസോൾവ് ചെയ്ത മീറ്റിംഗ് വീണ്ടും കൂടണമെങ്കിൽ വൈസ് ചാൻസലർക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ല വൈസ് ചാൻസലർ തോന്നിയവർക്ക് മീറ്റിംഗ് കൂടുകയാണെങ്കിൽ നാളെ AK സെന്ററിൽ ചെന്ന് 10 പേര് കൂടിയിരുന്നിട്ട് അതിലൊരാളെ വൈസ് ചാൻസലർ ആക്കി തീരുമാനമെടുക്കാമല്ലോ. ഇത് എവിടുത്തെ നിയമം? ഞാൻ എക്സാമ്പിൾ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് കൂടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാണല്ലോ ഇന്ന് കോടതി നടപടി കഴിഞ്ഞപ്പോൾ എല്ലാം ശുഭം എന്ന രീതിയിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അല്ല മഞ്ജുഷേ, ഇത് ആളുകളെ വിരട്ടി കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അവിടെ ഒരു രജിസ്ട്രാർ കൊണ്ടിരുത്തി അയാളെ ഈ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്ന പോലെ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അയാളെ കൊണ്ട് മിനിറ്റ്സ് കഴിച്ചു. അതിനെന്ത് വിലയാണ്? ഇതിന് ആരംഗീകരിക്കും? എന്നിട്ട് രജിസ്ട്രാർ വന്ന് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് രജിസ്ട്രാർ കോടതി ചെന്ന് പറയാണ് എന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു, സിൻഡിക്കേറ്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി, സിൻഡിക്കേറ്റ് എന്നെ തിരിച്ചെടുത്തു. കോടതിക്ക് സ്വാഭാവികമായിട്ടും കേസ് പിൻവലിക്കാം. അതുകൊണ്ട് കേസ് പിൻവലിച്ചു. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ? കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. വൈസ് ചാൻസലർ അഡ്വക്കേറ്റ് അവിടെ അറിയിച്ചു എന്താണ് ഞങ്ങളുടെ ഇതായത് ചട്ടവിരുദ്ധമായിട്ട് സിൻഡിക്കേറ്റ് കൂടി സ്വന്തമായിട്ട് തന്നെ തീരുമാനമെടുത്തു, സ്വന്തമായിട്ട് തന്നെ രജിസ്ട്രാർ ജോയിൻ ചെയ്തിരിക്കാൻ ചട്ടവിരുദ്ധമായി കോടതി പറഞ്ഞു. അങ്ങനെ ഒരു കേസ് കോടതിയുടെ മുമ്പ് ഇപ്പൊ ഇല്ല. ശരിയാണ്, ആരും കേസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് യുക്തമായ തീരുമാനം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിലൂടെ എടുത്തോളാനായിട്ട് വൈസ് ചാൻസലർക്ക് കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്റെ അഭിപ്രായം ഞാൻ അറിയുന്നത് വൈസ് ചാൻസലർ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നടന്ന ഹൂളിഗാനിസം മുഴുവനും ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ചാൻസലർ അടിയന്തരമായിട്ട് നടപടിയെടുത്ത് സിൻഡിക്കേറ്റിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടത്. കാരണം അധികാരമുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ കോർട്ടിലാണ് ഇപ്പോൾ പന്ത് നിൽക്കുന്നത്. ഗവർണർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് താങ്കൾ സ്വാഗതം ചെയ്യുമോ? തീർച്ചയായിട്ടും പറയാം. ഈ സർവകലാശാലയാണ് മെച്ചപ്പെടേണ്ടത്. അവിടെ A or B എന്നുള്ളതല്ല.
സർവകലാശാല ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് സർവകലാശാല. ഇത് ആർക്കും രാഷ്ട്രീയം, കോൺഗ്രസിനാകട്ടെ BJPക്കാകട്ടെ CPM രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല. പക്ഷെ അവിടെ സംഘപരിവാർ നിലപാട് അത് അടിച്ചേൽപ്പിക്കുകയാണ് ഗവർണറും വൈസ് ചാൻസലറും ചേർന്ന്. അത് ഏത് വൈസ് ചാൻസലർ ആയാലും, മോഹനൻ കുന്നുമ്മേലാണെങ്കിലും ഡോക്ടർ സിസ തോമസ് ആണെങ്കിലും. ഇതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം, SFIയുടെ വാദം. എന്തുകൊണ്ട് UDF ഇക്കാര്യത്തിൽ ആ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല? ഞാൻ ചോട്ടെ, യൂണിവേഴ്സിറ്റി ഹാൾ, ഹാളിൽ അതായത് ഗവർണറുടെ ഓഫീസിൽ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ കുറിച്ച് തീർച്ചയായിട്ടും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. കാരണം അതൊരു പൊതുസ്ഥലമാണ്. അവിടെ ഒരു ഇങ്ങനെയുള്ള പടങ്ങളൊന്നും വയ്ക്കാനുള്ള പ്രോട്ടോകോൾ ഇല്ല. ആ കാര്യത്തിൽ മാത്രമേ UDFന് അഭിപ്രായമുള്ളൂ. അല്ലാതെ പൊതുസ്ഥലത്ത് വാടകയ്ക്ക് എടുക്കുന്ന ഘട്ടത്തിൽ ഭാരതാംബ വെച്ച എന്താ, സിനിമാ നടി ശീലയുടെ പടം വെച്ചാൽ എന്താ, ആർക്കാണ് നഷ്ടം? അതിലൊന്നും കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമല്ല. ഭാരതാംബയുടെ ചിത്രം ഓരോരുത്തർക്ക് ഓരോ ഭാവനയിൽ വെക്കാം, അതിലേർപ്പെടാൻ ഉദ്ദേശിക്കില്ല. പക്ഷെ ഇവിടെ ഈ തരത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഗവർണർ ഒരു തീരുമാനം എടുത്താൽ ചാൻസലറാണ്. ഗവർണർ ആരാവട്ടെ, അവിടെ സംഘീയെന്നോ അല്ലെങ്കിൽ BJP എന്നോ ഉള്ള ആളല്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മഞ്ജുഷേ, ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ തന്നെ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ തോമസ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, അവരൊരു രാഷ്ട്രീയവും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. മറ്റൊന്ന്, കേരള യൂണിവേഴ്സിറ്റിയിലെ CPM അധ്യാപക സംഘടനയിലെ അക്കൗണ്ടിംഗ് മേഖലയിലെ പ്രൊഫസർ ബിജുകുമാർ, അതേപോലെ മലയാളത്തിലെ ഡോക്ടർ പ്രസാദ്, രണ്ടുപേരെയാണ് ഇപ്പോഴേ മലയാള സർവകലാശാലയിലും ഫിഷറീസ് സർവകലാശാലയിലും ഈ ചാൻസലർ നിയമിച്ചിരിക്കുന്നത്. അവർക്ക് ഇന്നലെ കുട്ട എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ CPM അധ്യാപക സംഘടന വലിയൊരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൊടുത്ത ആരാ? ഈ ഗവർണർ നിയമിച്ച 2 അധ്യാപകര് അവരുടെ അധ്യാപക സംഘടനയിലുള്ള. പിന്നെ എങ്ങനെ ഗവർണർ ചെയ്യുന്നത് സംഘീയാണെന്ന് പറയാം? അപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോൾ സംഘീയ എന്ന് പറയാ. അതേപോലെ ഉള്ളവര് വൈസ് ചാൻസലർ അല്ലേ സിസ തോമസ്? അപ്പൊ സിസ തോമസിനെ അംഗീകരിക്കണം. അതിനു പകരം സിസ തോമസ് എടുക്കുന്ന തീരുമാനം സംഘി തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ ചില ആൾക്കാരെ ഈ ബലപ്രയോഗത്തിലൂടെ കാര്യങ്ങൾ നേടാമെന്ന് വെച്ചാൽ അത് യാതൊരു കാരണവശാലും ഗവർണർ അംഗീകരിക്കരുത്. അങ്ങനെ അംഗീകരിക്കാതിരുന്നാൽ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നിൽക്കും. അല്ല, ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട്, 2 രജിസ്ട്രാറേയും 2 ജോയിന്റ് രജിസ്ട്രാറേയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് സർവകലാശാല ഭരണം മുന്നോട്ട് പോവുക? ആരാണെന്ന് ആർക്കും അറിയില്ല. ഒരു ഭാഗം പറയുന്നു ഇന്നയാളാണെന്ന്, മറുഭാഗം പറയുന്നു മറ്റേയാളാണെന്ന്. വളരെ അപകടകരമായ അവസ്ഥയില്ലേ? ഞാനതാ സൂചിപ്പിച്ചത്. നമ്മുടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ്. ഇത് അങ്ങനെ കളിക്കാനുള്ള സ്ഥലമാണോ സർവകലാശാല? ഇപ്പൊ ഞാൻ അറിയും, ശരിയാണ് 2 രജിസ്ട്രാർ, ഇത് എവിടുത്തെ നിയമമാണ്? അതിലൊരു തീരുമാനം അർജന്റായിട്ട് ഗവർണർ എടുക്കണം. ഗവർണർക്ക് മാത്രം കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനം എടുക്കാനാ. അപ്രോപ്രിയേറ്റ് തീരുമാനം എടുക്കാൻ വൈകരുത്. ഈ രജിസ്ട്രാറാണ് ഇപ്പോഴുള്ള നിയമപ്രകാരം നേരത്തെ നിയമിച്ച രജിസ്ട്രാറാണ് ശരിയെങ്കിൽ അദ്ദേഹത്തെ നിയമിക്കുക. അദ്ദേഹത്തിന്റെ നിയമനവും അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പുറത്തുള്ള തുടർ നടപടി വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നീക്കി നിർത്താൻ തീരുമാനിക്കുക. അതിനെല്ലാം തടസ്സമായിട്ട് സിൻഡിക്കേറ്റ് നിൽക്കുകയാണെങ്കിൽ സിൻഡിക്കേറ്റിനെ നീക്കം ചെയ്യുക. അതിനൊക്കെയുള്ള അധികാരം നമ്മുടെ സർവകലാശാല ആക്ടിലുണ്ട്. സർവകലാശാല ആക്ട് അനുസരിച്ച് ഉണ്ട്. അത് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സി പണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നൊന്നും തന്നെ ഇതുപോലെ പാരലൽ സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ലല്ലോ. അവരൊക്കെ മടയന്മാരായതുകൊണ്ടാണോ? അവരെല്ലാം ഇന്റഗ്രിറ്റി ഉള്ള സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആയിരുന്നു. അവർ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വാക്കൗട്ട് നടത്തും. അതിനു പകരം വൈസ് ചാൻസലർ പുറത്തിറങ്ങി പോയി. അപ്പോൾ ഞങ്ങൾ കയറിയിരുന്ന വൈസ് ചാൻസലറുടെ പെർമിഷനോടുകൂടി വേണമെങ്കിൽ യോഗം ചേരാം. അതിന് പകരം വൈസ് ചാൻസലർ ഡിസോൾവ് ചെയ്ത മീറ്റിംഗ് കുറെ പേര് ചേർന്ന് വീണ്ടും വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റിലെ സ്പീക്കർ യോഗം പിരിച്ചു വിടുമ്പോൾ വേറെ കുറെ അംഗങ്ങൾക്ക് വിടുന്നു ഞങ്ങൾ ബില്ല് പാസ്സാക്കിയെന്ന് പറഞ്ഞ് കത്തി കാട്ടി ഒരു സെക്രട്ടറിയെ കൊണ്ട് മിനിറ്റ്സ് അടിക്കാൻ അത് നിയമമാവോ? ഇത് തികഞ്ഞ ഹോളിഗാനിസമാണ്. യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ശരി,